ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സീക്വൻസ് എന്താണ് എന്നുള്ളതും ആ സീക്വൻസിന്റെ ഓൾജിബ്ര എന്താണെന്നുള്ളതും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്, അരിത്തമെറ്റിക് സീക്വൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഞാൻ ആദ്യം ഒരു സീക്വൻസ് എഴുതുന്നു. ശ്രദ്ധിക്കുക, 4, 8, 12, 16 ഇതൊരു സീക്വൻസ് ആണ്, ശ്രേണിയാണ്. നമുക്കറിയാം ഒരു പ്രത്യേക നിയമം അനുസരിച്ച് എന്തെങ്കിലും റൂൾ അനുസരിച്ച് നമ്മൾ സംഖ്യകളെ ഒരു ഓർഡർ, ഒരു പ്രത്യേക ഓർഡറിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, സീക്വൻസ്, നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാ ശ്രേണികൾ അല്ലെങ്കിൽ ശ്രേണികൾ എന്ന് നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതെന്താണ്, ഒരു സീക്വൻസ് ആണ്, ഒരു ശ്രേണി. ഇനിയാണ് ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നോക്കൂ, 4 നമ്പറിൽ തുടങ്ങി, പിന്നെ അതിലേക്ക് 8 കിട്ടാൻ എത്രയാ കിട്ടിയത്, 4 കിട്ടിയില്ലേ. പിന്നെ 12 കിട്ടാൻ 4 കിട്ടി. അടുത്ത ഈ സീക്വൻസ് ടേം എന്തായിരിക്കും, 16 ആയിരിക്കും. അപ്പോഴും എന്താ കിട്ടുന്നത്, 4. ഓക്കെ, ഇനി വേറെ സീക്വൻസ് കിട്ടാൻ 1, 1.5, 2, 2.5, 3 ഈ ഒരു സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ 1 തുടങ്ങി പിന്നെ അര കൂട്ടി കൂട്ടി പോലെ ഹാഫ് ആഡ് ചെയ്ത് 1/2. അപ്പൊ 1ലേക്ക് അര കൂട്ടിയപ്പോ 1.5, അതിലേക്ക് അര കൂട്ടിയപ്പോ 2.5, അതിലേക്ക് അര കൂട്ടിയപ്പോ അര കൂട്ടിയപ്പോ 3.5 അല്ലെ. ഇങ്ങനെ 1, 1.5, 2, 2.5, 3, 3.5 ഈ രൂപത്തില് സീക്വൻസ് പോകുന്നു. ക്ലിയർ. ഇനി മറ്റൊരു സീക്വൻസ് നോക്കാം. 1, 3, 5, 7, 9. ഈ സീക്വൻസിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെയും 1ലേക്ക് 2 കൂട്ടുന്നു, 3ലേക്ക് 2 കൂട്ടുന്നു, പിന്നെയും 2 കൂട്ടുന്നു, 2 ആഡ് ചെയ്ത് 2 ആഡ് ചെയ്ത് കൂട്ടി കൂട്ടുക. ഓക്കെ, അപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെ ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്ന ഒരു ഫിക്സഡ് ഒരു നമ്പറിൽ, ഏതെങ്കിലും ഒരു നമ്പറിൽ തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ വേറെ സീക്വൻസ് 1, 4, 9, 16 1, 4, 9, 16 നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു സീക്വൻസ് എഴുതിയിട്ടുള്ളത്, 1ന്റെ സ്ക്വയർ 1ന്റെ വർഗ്ഗം 1, 2ന്റെ സ്ക്വയർ 2ന്റെ വർഗ്ഗം 4, 3ന്റെ വർഗ്ഗം 9, 4ന്റെ സ്ക്വയർ 16 അല്ലെ. അപ്പൊ എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എഴുതിയിട്ടാണ് ഈ ഒരു ശ്രേണി എഴുതിയിട്ടുള്ളത്. ഇനി നോക്കൂ, ഇവിടെ ആഡ് ചെയ്ത് പോകുന്നത് 1ലേക്ക് 3 കൂട്ടുമ്പോഴാണ് 4 കിട്ടുന്നത്, എന്നാൽ 4ലേക്ക് 3 കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്, അല്ല 5 കൂട്ടുമ്പോഴാണ്. 9ലേക്ക് 3 കൂട്ടുമ്പോഴാണ് 16 കിട്ടുന്നത്, അല്ല. അപ്പൊ ഇവിടെ ഒരേ സംഖ്യകൾ തൊട്ട് മുൻപുള്ള സംഖ്യയിലേക്ക് ഒരേ സംഖ്യകൾ കൂട്ടിയാണോ പോകുന്നത്, അല്ല. അതുകൊണ്ട് ഈ ഒരു സീക്വൻസിൽ ഈ ഒരു ശ്രേണി എന്തല്ല, സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. വേറെ സീക്വൻസ് എഴുതാം. 1, 1, 2, 3, 5, 8. ശ്രദ്ധിക്കുക, ഇതൊരു സീക്വൻസ് ആണ്. സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, എന്തെങ്കിലും റൂൾ ആണ്, എന്തെങ്കിലും ഒരു നിയമമാണ് അല്ലെ. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ 1 എഴുതി, അടുത്ത 1 എഴുതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ നമ്പർ അതിലേക്ക് കൂട്ടുക. അപ്പൊ തൊട്ട് മുന്നേ നമ്പർ ഉണ്ടോ, ഇല്ല, ഇല്ലാത്തതുകൊണ്ട് 0 നിൽക്കുന്നു. അപ്പൊ 1 + 0 അല്ലെ. ഇനി ആരും കൂട്ടണം, 1 + 1 2, ഇനിയോ 1 + 2 3 അല്ലെ. അപ്പൊ തൊട്ട് മുന്നത്തെ അടുത്തടുത്ത 2 ടേംസ് തമ്മിൽ 2 പദങ്ങൾ നമ്മൾ കൂട്ടിയാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. 1 + ആദ്യം 1 എഴുതി അല്ലെ, അടുത്ത ടേം എഴുതുന്നത് തൊട്ട് മുന്നത്തെ ടേം ഉണ്ടോ, ഇല്ല. അപ്പൊ 0 എടുത്താൽ 1 + 1 1 സോറി 1 + 0 1 1 ഈ 1 കൂട്ടിയാൽ 2, പിന്നെ 1 2 കൂട്ടി 3 3 2 കൂട്ടി 5 5 1 കൂട്ടി 8 അടുത്ത 8 5 കൂട്ടി അടുത്ത ടേം ആയിട്ട്. ക്ലിയർ. ഈ രൂപത്തിലാണ് ഈ ഒരു സീക്വൻസ് എഴുതിയിട്ടുള്ളത്. ഇനി ഇത് സമാന്തര ശ്രേണിയാണെന്ന് നോക്കാം. നോക്കൂ, 1 തമ്മിലുള്ള ഡിഫറൻസ് എന്താ, 0 അല്ല. അവിടെ 1ലേക്ക് 0 കൂട്ടിയിട്ടല്ല 1 എഴുതുന്നത് അല്ലെ, 1ലേക്ക് 1 കൂട്ടുമ്പോഴാണ് 2 എഴുതുന്നത്.
രണ്ടിലേക്ക് 1 കൂട്ടി 3 കിട്ടി. എന്നാൽ 3 അപ്പൊ ഇവിടെ 0 ഉണ്ടായി 1 ഉണ്ടായി അല്ലേ? അപ്പൊ തുല്യമായ ഇവിടെ 3ക്ക് 2 ഗുണങ്ങൾ 5, 5ലേക്ക് 3 ഗുണങ്ങളാണ് കിട്ടുക. അപ്പൊ ഈക്വൽ തുല്യമായ സംഖ്യകളാണ് നോക്കുന്നത് അല്ല. അതുകൊണ്ട് ഇതെന്താണ്? സീക്വൻസ് ആണ്. പക്ഷേ ഇതല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പൊ എല്ലാ അരിത്തമെറ്റിക് സീക്വൻസും സീക്വൻസ് ആണ്. എല്ലാ അരിത്തമെറ്റിക് സീക്വൻസും സീക്വൻസ് ആണ്. കാരണം എന്താ? കാരണം അത് എല്ലാ അരിത്തമെറ്റിക് സീക്വൻസും ഒക്കെ ഒരു പ്രത്യേക നിയമം അനുസരിച്ചാണ് എഴുതുന്നത്. പക്ഷെ എല്ലാ സീക്വൻസും എന്തല്ല? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. എല്ലാ അരിത്തമെറ്റിക്സും എന്തെന്ന സീക്വൻസ് എന്താണ്? സീക്വൻസ് ആണ്. ക്ലിയർ ആണല്ലോ? എല്ലാ അരിത്തമെറ്റിക് സീക്വൻസും എന്താണ്? സീക്വൻസ് ആണ്. കാരണം ഒരു പ്രത്യേക റൂൾ അനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ എല്ലാ സീക്വൻസും എന്തായിക്കോണമെന്നില്ല, അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കണമെന്നില്ല. കാരണം തുല്യമായ സംഖ്യ തന്നെ കൂട്ടി മാത്രമല്ല നമ്മൾ ശ്രേണി എഴുതരുത് അല്ലെ? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർസ് കണ്ട് ശ്രേണി എഴുതാം അല്ലെ? ഇങ്ങനെയൊക്കെ നേരത്തെ നമ്മൾ കണ്ട പോലെ ശ്രേണികളൊക്കെ നമുക്ക് സീക്വൻസുകളൊക്കെ നമുക്ക് എഴുതാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. Arithmetic sequence, a sequence got by starting with any number and adding a fixed number repeatedly to it is called an arithmetic sequence. A sequence got by adding any number, or a sequence got by starting with any number and adding a fixed number repeatedly to it is called an arithmetic sequence. ഒരു സംഖ്യയിൽ തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടി കൂട്ടി പോകുന്ന കൂട്ടി കൂട്ടി കിട്ടുന്ന ശ്രേണിയെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഓരോ സീക്വൻസ് എടുത്തത് ഇവിടെ ഒരു നമ്മൾ പറഞ്ഞു ഒരു നിശ്ചിത സംഖ്യ ഉണ്ട്, ഒരു ഫിക്സഡ് നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു, ഒരേ സംഖ്യ ഉണ്ടെന്ന് പറഞ്ഞു. ആ സംഖ്യനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം? പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ d. സ്മോൾ ലെറ്റർ d നെ കൊണ്ടാണ് നമ്മൾ ആരെ ഡിനോട്ട് ചെയ്യുക? കോമൺ ഡിഫറൻസിനെ അല്ലെങ്കിൽ പൊതുവ്യത്യാസത്തെ ഡിനോട്ട് ചെയ്യും. അപ്പോ ആദ്യത്തെ ശ്രേണിയിൽ ഫസ്റ്റ് ശ്രേണിയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആരാ? 4 അല്ലേ? 4 കൂട്ടിക്കൂട്ടിയല്ലേ പോകുന്നത്. ഇനി രണ്ടാമത്തെ ശ്രേണിയാണെങ്കിലോ ആരാ? 1/2 ഹാഫ് അല്ലേ? ദെൻ മൂന്നാമത്തെ ശ്രേണിയാണെങ്കിൽ ഇതിലാരാ? 2 അല്ലേ? 2 അല്ലേ കൂട്ടി പോകുന്നത്. അപ്പൊ എന്താണ് കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം. കോമൺ അല്ലെ? പൊതുവായ അല്ലെ? പൊതുവ്യത്യാസം. ആ ഒരു ടേമിന് അതിന്റെ അർത്ഥമുണ്ട്, മീനിങ് ഉണ്ട് അല്ലെ? ഇനി ഈ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാമെന്ന് ശ്രദ്ധിക്കുക. കോമൺ ഡിഫറൻസ് കാണാനുള്ള മെത്തേഡ് ഇവിടെ നമ്മൾ എങ്ങനെ കാണണം? 8 - 4 അല്ലെ? അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു കോൺസിക്യൂട്ടീവ് ടേംസ് അല്ലെ? രണ്ട് അടുത്തടുത്ത കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ശ്രേണിയിലാണെങ്കിൽ 8 - 4 അല്ലെങ്കിലോ 12 - 8 അല്ലെ? ഇനി അടുത്ത 16 - 12 ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 4 ആണ് അല്ലെ? അപ്പൊ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു കോൺസിക്യൂട്ടീവ് ടേംസ്. രണ്ട് അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് വിളിച്ചത്. ഓക്കെ. ഇനി ഇത് കാണണമെങ്കിൽ 1.5 - 1 അല്ലെങ്കിൽ 2 - 1.5 അല്ലെ? അടുത്തടുത്ത രണ്ട് പദങ്ങൾ തമ്മിലുള്ള. ഇനി അത് ജസ്റ്റ് ആകുമ്പോൾ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഓൾജിബ്ര വെച്ച് നമ്മൾ പറയാം അല്ലെ? ബീജഗണിതം ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കോമൺ ഡിഫറൻസിനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. നമ്മൾ സീക്വൻസ് എഴുതണമെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു x1 x2 x3 etc. x4 സീക്വൻസ് പോലെ. ഓക്കെ. ഇനി കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ രണ്ടാമത്തെ ടേമും ഒന്നാമത്തെ ടേമും
അല്ലെങ്കിൽ മൂന്നാമത്തെ ടേമിന് രണ്ടാമത്തെ ടേം കൊടുക്കുക, അല്ലെങ്കിൽ നാലാമത്തെ ടേമിന് മൂന്നാമത്തെ ടേം കൊടുക്കുക അല്ലെ. ഇങ്ങനെ ഇനി സപ്പോസ് ഇവിടെ എക്സ് എൻ nth ടേം ഉണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ ആ ടേമിൽ എക്സ് എന്നിന് ആറ് കൊടുക്കുക. അതിന്റെ തൊട്ട് മുന്നത്തെ ടേം 4 ആണെങ്കിൽ അതിന് 1 കുറച്ചിട്ടാണ് 3 എഴുതിയിട്ടുള്ളത്. എന്നാണെങ്കിൽ എന്തായിരിക്കും n മൈനസ് 1 എന്നല്ല എഴുതാം അല്ലെ. 3 2 1 കുറച്ചിട്ടാണ് 2 ആയിരുന്നു അതിന് 1 കുറച്ചിട്ട് ഇവിടെ 1 എഴുതി. 4 ആയിട്ട് 1 കുറച്ചിട്ട് 3. അപ്പൊ എന്നാകുമ്പോൾ n മൈനസ് 1 അല്ലെ. n ഇവിടെ n ആവാണെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ എന്തായിരിക്കും n മൈനസ് 1 ആവാതല്ലേ. n മൈനസ് 1 ടേം അല്ലേ. ക്ലിയർ. സോ കോമൺ ഡിഫറൻസ് d നമുക്ക് ഒരു എക്സ്പ്രഷൻ കാണാം. d is equal to xn minus xn minus 1. ക്ലിയർ. രണ്ടാമത്തെ പദത്തിൽ ഒന്നാമത്തെ പദം കൊടുക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ രണ്ടാമത്തെ പദം കൊടുക്കുക, അല്ലെങ്കിൽ ഫോർത്ത് ടേമിന് തേർഡ് ടേം കൊടുക്കുക. ഓർ ജനറലി വി ക്യാൻ സേ ദാറ്റ് xn എന്ന് xn minus 1 ടേം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരംഭിക്കാം കോമൺ ഡിഫറൻസ് കിട്ടും, അഥവാ ഒത്തുവ്യത്യാസം. ഓക്കെ. ഇനി ഈ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പ്രോബ്ലമാണ് ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഗിവ് റീസൺസ്. ഫോർ ദ അരിത്മെറ്റിക് സീക്വൻസസ് റൈറ്റ് ദ കോമൺ ഡിഫറൻസ് ഓൾസോ. Sequence of odd numbers, sequence of even numbers, sequence of fractions got as half the odd numbers, sequence of power of 2 and sequence of reciprocals of natural numbers. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. ഒറ്റസംഖ്യകളുടെ ശ്രേണി, ഇരട്ട സംഖ്യകളുടെ ശ്രേണി, ഒറ്റസംഖ്യകളുടെ പകുതിയായ ഭിന്നസംഖ്യകളുടെ ശ്രേണി, രണ്ടിൻ്റെ കൃതിയുടെ ശ്രേണി, എണ്ണൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ ശ്രേണി. ക്വസ്റ്റ്യൻ പറയുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്, അതുപോലെ സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്, സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2 ആൻഡ് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. ഇത്രയും സീക്വൻസുകൾ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് നോക്കണം അല്ലെ. അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഉണ്ടാവും. ആ പൊതുവ്യത്യാസം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഓരോ സീക്വൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ആ സീക്വൻസ് എഴുതാം. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എന്താ? 1 3 5 7 എക്സെട്ര. ഇതല്ലേ ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്യണം. അരിത്മെറ്റിക് സീക്വൻസ് ആണ്. എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും? അവിടെ ഒരു കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം അല്ലെ. അപ്പൊ പൊതുവ്യത്യാസം ഉണ്ടോ നോക്കാം. d is equal to 3 minus 1 എന്താണ്? 2. ഇനി അടുത്തത് d is equal to 5 minus 3 എന്താണ്? 2. അടുത്തത് d is equal to 7 minus 5 equal to 2 അല്ലെ. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ശ്രേണി. അപ്പൊ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് 2 4 6 8 അല്ലെ. അപ്പൊ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് കാണാം. 4 മൈനസ് 2 ഈക്വൽ ടു 2 അല്ലെ. അടുത്തത് d is equal to 6 minus 4 equal to 2 അല്ലെ. ഇതിനെ അടുത്തത് d is equal to 8 minus 6 equal to 2 അല്ലെ. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു കോമൺ ഡിഫറൻസിൽ ഒരു വ്യത്യാസമില്ലേ? അപ്പോൾ വ്യത്യാസം എന്താണ്? 2 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ് അല്ലെ. ഒറ്റ സംഖ്യകളുടെ പകുതിയുടെ ശ്രേണി. അപ്പൊ ഒറ്റ സംഖ്യയുടെ ശ്രേണി നമുക്കറിയില്ലേ? 1 3 5 7. അപ്പൊ അതിന്റെ പകുതി കാണാൻ, ഹാഫ് കാണാൻ നമ്മൾ എന്താ ചെയ്യാം? ഡിവൈഡ് ബൈ 2 ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് ഫ്രാക്ഷനിൽ എടുക്കാം, ഭിന്നസംഖ്യകളിൽ എടുക്കാം. അപ്പൊ നോക്കൂ 1/2 then 3/2 അടുത്തത് 5/2 7/2 ഇതിന്റെ ശ്രേണി വരുന്നത്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സമാന്തര ശ്രേണിയാണ് നോക്കണം.
അപ്പോൾ പൊതുവ്യത്യാസം എന്താണ്? d is equal to 3/2 മൈനസ് 1/2. രണ്ടാമത്തെ ഭിന്നസംഖ്യകളാണ്. ഭിന്നസംഖ്യകൾ പുറത്തുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഡിനോമിനേറ്ററിന്റെ ഛേദം തുല്യമാണെങ്കിൽ ഛേദം അങ്ങനെ തന്നെ എഴുതുക, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുന്നു. ദെൻ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറക്കുക. ഇതെല്ലാം നമ്മൾ പറഞ്ഞത് 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 2/2 പറഞ്ഞാൽ ഇനി അടുത്ത് നോക്കാം d is equal to 5/2 മൈനസ് 3/2. अब നോക്കാം 2 അങ്ങനെ തന്നെ എഴുതി 5 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഇനി അടുത്ത നോക്കൂ 7/2 മൈനസ് 5/2. അപ്പോൾ 2 അങ്ങനെ തന്നെ എഴുതാം. 7 മൈനസ് 5 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2/2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം 1 ആഡ് ചെയ്ത് പോകുന്നത്. അവിടുത്തെ കോമൺ ഡിഫറൻസ് ആയ d. അതുകൊണ്ട് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. ഇനി അടുത്തേക്ക് പോവാം. സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2ന്റെ പവർ അല്ലെ, വർഗങ്ങൾ അല്ലെ, 2ന്റെ വർഗങ്ങളുടെ ശ്രേണി. അപ്പൊ നമുക്ക് 2ന്റെ വർഗങ്ങളുടെ ശ്രേണി പറയുമ്പോൾ 2 അഥവാ 2 2 ഇതായില്ലേ, അല്ലെങ്കിൽ അതിന് മാറ്റി കഴിഞ്ഞാൽ 2 2 4 അല്ലെ, 2 അല്ലെ. ഇനി അടുത്തത് 16 ഈ സീക്വൻസ് 2 4 8 16 ഇങ്ങനെ പോലെ. ഇനി ഇവിടുത്തെ വ്യത്യാസം നോക്കാം, കോമൺ ഡിഫറൻസ് നോക്കാം. d is equal to 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലെ. അടുത്ത d is equal to 8 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 4. അടുത്ത d is equal to 16 മൈനസ് 8 എന്ന് പറയുമ്പോൾ 8. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു പൊതു വ്യത്യാസമുണ്ട്, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. ആദ്യത്തെ 2 ഡിഫറൻസ് 2 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 8 ആണ് അല്ലെ. കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഇതെന്താണ്? It is not a arithmetic sequence. അതൊരു സമാന്തര ശ്രേണി അല്ല. നമ്മൾ അവിടെ വ്യത്യാസം വയ്ക്കാം. ഇനി അടുത്ത് നോക്കാം സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ അഥവാ എണ്ണൽ സംഖ്യകളുടെ റെസിപ്രോക്കൽ വിൽക്രമം അല്ലെ. വിൽക്രമം എന്ന് പറഞ്ഞിരുന്നു തലതിരിച്ച് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടാം. ആ ഭിന്നസംഖ്യയുടെയും നേരെ ഡിനോമിനേറ്ററുകളിൽ ന്യൂമറേറ്ററുകളിൽ വരും, ന്യൂമറേറ്ററുകളിൽ ഡിനോമിനേറ്ററുകളിലെ അംശത്തിലുള്ള ഛേദത്തിലും ഛേദത്തിലുള്ളത് അംശത്തിലും. അപ്പൊ നോക്കാം, എണ്ണൽ സംഖ്യകൾ ചെയ്യുന്നതാണ് 1 2 3 4. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ പറയാ? 1/2. ഫസ്റ്റ് വൺ 1/3 അല്ലെ. 1/3 1, then 1/2 1/3 1/4. കാരണം 1 2 3 4 ആണ് ഇൻഡെക്സ്. അതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/2 1/3 1/4 1/5. എന്തുകൊണ്ടാണ് എഴുതാൻ കാരണം? സാധാരണ നമ്മൾ നമ്പർ 1 2 3 4 എന്ന് എഴുതിയാൽ അത് നമുക്ക് ബൈ 1 എന്ന് എഴുതാം അല്ലെ. അത് ഈക്വൽ ടു നമ്പർ തന്നെയാണ്. ഏത് സംഖ്യ 1 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാലും അതേ സംഖ്യ തന്നെയാണ്. അപ്പൊ ഇതിന്റെ തലച്ചുറ്റും എന്താണ് എഴുതി? 1/3 ഇതോ 1/2 1/3 1/4 അതാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി എന്തിനാണ് നമുക്ക് സമാന്തര ശ്രേണി നോക്കാം അല്ലെ. അപ്പൊ അതിന് b ആണ് കോമൺ ഡിഫറൻസ്. 1/2 മൈനസ് 1 അല്ലെ. അതിൽ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ടേം നോക്കി, അരയിൽ നിന്ന് 1 ആണ് പോകുന്നത് അല്ലെ. അരയിൽ നിന്ന് പോയാൽ അര ചെറുതല്ലേ, 1 വരുന്നല്ലേ. അപ്പൊ 1 അര പോയാൽ അരയല്ലേ. വലിയ സംഖ്യയുടെ ചിഹ്നം ഇവിടെ -1/2 അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ പുറത്തുന്ന പോലെ പുറത്തു ചെയ്യാം. ഇനി അടുത്തത് d is equal to 1/3 മൈനസ് 1/2 അല്ലെ. 1/3 മൈനസ് 1/2 നമുക്ക് ഭിന്നസംഖ്യകൾ പുറത്താണ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലെ 1/2 2 മൈനസ് 1/3 3 ഡിവൈഡ് ബൈ 1/2 6 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 1/6. ഈ അടുത്ത കാര്യമില്ല നോക്കാം. -1/2 ആണ് ആദ്യത്തെ 2 പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ -1/2 6. അപ്പോൾ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ? പൊതു വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ശ്രേണി എന്തല്ല? അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് എ അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി അല്ല. Next question. Look at these pictures. If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Give reasons.
ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ചിത്രങ്ങളിലെ നിറം കൊടുത്ത ചെറു സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? ശ്രദ്ധിക്കാം, ഇവിടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഇവിടെ കളേർഡ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് പ്രോബ്ലം ഞാൻ കളേർഡ് സ്ക്വയേഴ്സിനെ ഡോട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ 3 ഫിഗറാണ്. ഈ 3 ഫിഗറിൽ ഈ ഡോട്ട് ഇട്ട് റെപ്രസെന്റ് ചെയ്തിട്ടുള്ള സ്ക്വയേഴ്സ് ആണ്, സമചതുരങ്ങളാണ് അല്ലെ. ആ സമചതുരങ്ങളുടെ എണ്ണം ഓരോ ഫിഗറും അതിന്റെ എണ്ണത്തിന്റെ ശ്രേണി നമ്പേഴ്സിന്റെ സീക്വൻസ് നമ്മൾ എഴുതുകയാണെങ്കിൽ അത് അരിത്മെറ്റിക് സീക്വൻസ് ആവുന്നത്. അപ്പൊ ആദ്യം സീക്വൻസ് കണ്ടുപിടിക്കാം, എന്നിട്ട് കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ സീക്വൻസ് ഫസ്റ്റിലേക്ക് എത്ര കളർ എത്രയും ഡോട്ട് സ്ക്വയേഴ്സ് നോക്കൂ. 1 2 3 4 5 6 7 8 അല്ലെ. 3 8 അടുത്തത് ഇവിടെയാണെങ്കിലോ ഇവിടെ 4 4 8 8 2 10 12. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ 5 ഇവിടെ 5 10 10 3 13 3 14. ഓക്കെ, ഇങ്ങനെ തുടർന്ന് പോവല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് എണ്ണങ്ങൾ സ്ക്വയേഴ്സിന്റെ നമ്പേഴ്സിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. ഈ അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കാൻ അവർക്ക് എന്ത് നോക്കണം? കോമൺ ഡിഫറൻസ് നോക്കണം. d is equal to 12 minus 8 equal to 4. Then d is equal to 16 minus 12 equal to 4. അവിടെ കോമൺ ഡിഫറൻസിന്റെ എന്താണ്? 4 d is equal to 4. അങ്ങനെ എന്താണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. Clear? Now moving to next question. See the pictures below. How many small squares are there in each rectangle? How many large squares? How many squares in all? Continuing this pattern, is each such sequence of numbers an arithmetic sequence? ചുവടെയുള്ള ചിത്രങ്ങൾ നോക്കുക. ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്, എത്ര വലിയ സമചതുരങ്ങളുണ്ട്, ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് 4 ഫിഗറുകളാണ്, 4 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളിലെ സ്ക്വയേഴ്സ് ആണ്, ഇതിന്റെ സ്ക്വയേഴ്സ് ആണ്. 1 2 ഇവിടെ സ്ക്വയർ ഉണ്ട്, പിന്നെ ഇവിടെ 4 സ്ക്വയർ ഉണ്ട്, ഇവിടെ 6 സ്ക്വയർ ഉണ്ട്, 8 സ്ക്വയർ ഉണ്ട് അല്ലെ. ഈ സ്ക്വയേഴ്സുകൾ അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഫിഗറുകളാണ്. ഇനി നമുക്ക് പറയുന്നത് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യനുകൾ ഉണ്ട്, ഇത്രയും സീക്വൻസ് നമുക്ക് എഴുതാം അല്ലെ. ചെറിയ സമചതുരങ്ങൾ സ്മോൾ സ്ക്വയേഴ്സിന്റെ എണ്ണങ്ങളുടെ സീക്വൻസ്. ഈ ഓരോ ഫിഗറിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്, എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട്, അതിന്റെ എണ്ണങ്ങളുടെ സീക്വൻസ്. ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, പിന്നെ അതിനൊക്കെ എന്ത് നോക്കണം? കോമൺ ഡിഫറൻസ് നോക്കിയിട്ട് അതൊക്കെ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കാം, ആദ്യം ചെറിയ സമചതുരങ്ങളുടെ ശ്രേണി എഴുതാനാണ്. അപ്പൊ ചെറിയ സമചതുരങ്ങൾ ആദ്യത്തെ ഫിഗറിൽ എത്തുന്നുണ്ട് 2 ഉണ്ട്, രണ്ടാമത്തെ ഫിഗറിൽ 4 ഉണ്ട്, മൂന്നാമത്തെ ഫിഗറിൽ 6, നാലാമത്തെ ഫിഗറിൽ 8. ഇതല്ലേ ചെറിയ സമചതുരങ്ങളുടെ ശ്രേണി, സ്മോൾ സ്ക്വയേഴ്സിന്റെ സീക്വൻസ്. ഇനി അടുത്തത് ലാർജ് സ്ക്വയേഴ്സിന്റെ സീക്വൻസ്. ലാർജ് സ്ക്വയേഴ്സ് ഫസ്റ്റ് ഇത് വലിയ സ്ക്വയർ ആണ് അല്ല, അത് സ്ക്വയർ അല്ല അല്ലെ, ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. അപ്പൊ ഇവിടെ സ്ക്വയർ ഇല്ല, ലാർജ് സ്ക്വയർ ഇല്ല. രണ്ടാമത്തെ നോക്കൂ, ഇതൊരു സ്ക്വയർ ആയിരിക്കും, ഇത് 4 സ്ക്വയേഴ്സ് അല്ലേ, അപ്പൊ ഒരു വലിയ സ്ക്വയറിലേക്ക് കിട്ടാം. അപ്പൊ അവിടെ ലാർജ് സ്ക്വയർ. അടുത്ത നോക്കൂ, ഈ 4 കൂടിയിട്ട് ഒരു സ്ക്വയർ ഉണ്ടാവില്ലേ? അപ്പൊ 1. ഈ 4 കൂടിയിട്ട് ഒരു സ്ക്വയർ ഉണ്ടാവില്ലേ? 2. ആ 2 സ്ക്വയർ ഉണ്ടാവുക. ഓക്കെ, ഇനി ഇത് നോക്കാം. ഈ ആദ്യത്തെ 4 കൂട്ടിയാൽ 1, അവസാനത്തെ 4 കൂട്ടിയാൽ 2, പിന്നെ നടുവിലുള്ള 4 ഒന്ന് കൂടിയില്ലേ? അപ്പൊ 3 സ്ക്വയർ. ഇതല്ലേ അതിന്റെ സീക്വൻസ് 0 1 2 3. ഈ ആകെ സ്ക്വയേഴ്സ്, അതായത് ചെറിയ സ്ക്വയറും വലിയ സ്ക്വയർ, സ്മോൾ സ്ക്വയേഴ്സും ലാർജ് സ്ക്വയേഴ്സും ഒന്നിച്ചുള്ള സീക്വൻസ് എഴുതാനാണ്. അപ്പൊ അതിന് ഇതിൽ ചെറിയ സ്ക്വയർ വലിയ സ്ക്വയർ ചെറുതെത്തുന്നുണ്ട് 2 വലുതുണ്ടോ അല്ലെങ്കിൽ എത്തിയാൽ മതി. ഇത് നേരത്തെ ആഡ് ചെയ്താൽ മതി കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ആദ്യത്തെ 2, പിന്നെ ഇതിലോ 4 സ്ക്വയർ പിന്നെ ഒരു വലിയ സ്ക്വയർ, 4 + 1 5. ഇതിന് 6 സ്ക്വയറുകൾ പിന്നെ 2 വലിയ സ്ക്വയർ, 6 + 2 8, 8 + 3 14. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
ഇതൊക്കെ എന്താണെന്ന് നോക്കണം, സമാന്തര ശ്രേണിയാണോ അഥവാ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, അതിനു വേണ്ടിയിട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ത് നോക്കിയാൽ മതി, കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഉണ്ടോ നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ പൊതുവ്യത്യാസം അതിൽ ഒന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ 2, 4, 6, 8 എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസിൽ d = 4 - 2 എത്രയാണ് 8, d = 6 - 4 2, d = 8 - 6 2. അപ്പോൾ എന്താണ്, ഒരു സമാന്തര ശ്രേണിയാണ്. കാരണം ഇവിടെ ഒരു പൊതു വ്യത്യാസമുണ്ട്, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്, അത് ആരാണ് 2 ആണ്. ഈ അടുത്ത് നോക്കാം 0, 1, 2, 3. അപ്പോൾ ഇവിടെ d എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 - 0 = 1, അല്ലെങ്കിൽ 2 - 1 = 1, അല്ലെങ്കിൽ 3 - 1 = 1. ഇവിടെ കോമൺ ഡിഫറൻസിന്റെ പൊതു വ്യത്യാസം ഏതാണ്, 1 ആണ്. ഇനി അടുത്ത് നോക്കാം സി അല്ലെ, മൂന്നാമത്തെ നോക്കാം 2, 5, 8, 11. ഇവിടെ കോമൺ ഡിഫറൻസ് നോക്കാം, 5 ന് 2 കുറച്ചാൽ 3, 8 ന് d = 8 ന് 5 കുറച്ചാൽ 3, d = 11 - 8, 11 - 8 എന്താ 3. അപ്പോൾ ഇവിടൊക്കെ കോമൺ ഡിഫറൻസ് ആരാണ്, ഒരു കോമൺ ഡിഫറൻസിൽ 3 ആണ്. അതുകൊണ്ട് ഇത് മൂന്നും എന്താണ്, അരിത്മെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. Next question. In the staircase shown here, the height of the first step is 10 centimeters and the height of each step after it is 17.5 centimeters. How high from the ground would be someone climbing up after each step? Write these numbers as a sequence. ചിത്രത്തിലെ പടിക്കെട്ടിൽ ആദ്യ പടിയുടെ ഉയരം 10 സെൻറ്റിമീറ്റർ, പിന്നീടുള്ള ഓരോ പടിക്കും 17.5 സെൻറ്റിമീറ്റർ. ഒരാൾ ഓരോ പടി കയറുമ്പോഴും അയാൾ തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? ഈ ഉയരങ്ങളുടെ ശ്രേണി എഴുതുക. നമുക്ക് തന്നിട്ടുള്ളത് ഒരു സ്റ്റെയർകേസ് ആണ് അല്ലെ, പടികളാണ് അല്ലെ. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഈ പടി, ആദ്യത്തെ പടി ഗ്രൗണ്ടിൽ നിന്ന് എത്ര സെന്റിമീറ്റർ മുകളിലാണ്, 10 സെന്റിമീറ്റർ. അപ്പൊ ഒന്നാമത്തെ പടി ഒരാളാണെങ്കിൽ 10 സെന്റിമീറ്റർ മുകളിലായിരിക്കും ഗ്രൗണ്ട്. ഓക്കെ, ഇനി ഈ അടുത്ത ഓരോ പടികളും പിന്നെ 17.5 സെന്റിമീറ്റർ ആണ് ഉയരം കൂടി വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെ 17.5 സെന്റിമീറ്റർ, ഇവിടെ നിന്ന് ഈ ഉയരം 17, പിന്നെ 17.5 സെന്റിമീറ്റർ ഇങ്ങനെ കൂടി പോവുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരാള് ഈ പടി കയറാൻ, ഈ സ്റ്റെയർകേസ് കയറാണെങ്കിൽ ഓരോ പടിയും ഓരോ സ്റ്റെപ്പിൽ എത്തുന്ന സമയത്തും ആ ആള് എത്ര ഉയരത്തിലായിരിക്കും ഗ്രൗണ്ടിൽ നിന്ന് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സീക്വൻസ് ചെയ്താൽ നോക്കൂ. ആദ്യം ആള് ഫസ്റ്റ് പടി കയറാണെങ്കിൽ എത്ര സെന്റിമീറ്റർ മുകളിലായിരിക്കും? 10 അല്ലെ. പിന്നെ അടുത്തതോ ഈ അടുത്ത സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഈ 10 കൂടി ആരെ കൂട്ടണം? 17.5 കൂട്ടണം. അപ്പൊ എത്രയായി? 27.5 27.5. ഓക്കെ, ഇനി അടുത്തതോ ഈ 27.5 അടുത്ത പടി, അടുത്ത സ്റ്റെപ്പ് കയറാണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇതേ ഉയരമാണ് 17.5 സെന്റിമീറ്റർ. അപ്പൊ 27.5 17.5 കൂട്ടണം. ഓക്കെ, അപ്പൊ 17.5 കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 45 കിട്ടും അല്ലെ. 27.5 പ്ലസ് 17.5, ഈ 0.5 കൂട്ടി 1 ആയില്ലേ അല്ലെ. ആ 1 7, ആ 1 7 7 7 7 14 14 3 15 കണ്ടിട്ടും 1 2 1 3 1 45. ഓക്കെ, ഇനി അടുത്ത പഠിക്കുന്ന സമയത്ത് ഈ 45ലേക്ക് ആരെ കൂട്ടണം? 17.5 കൂട്ടണം. അങ്ങനെ കൂട്ടിയല്ലേ പോകാം. ഓക്കെ, ഇനി ഈ ഒരു ശ്രേണി, ഈ ഒരു സീക്വൻസ് സമാന്തര ശ്രേണിയാണ്. നമുക്കറിയാം നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഒരേ സംഖ്യ കൂട്ടി കൂട്ടി കൊടുത്താൽ നമ്മൾ ചെയ്തത് ഏതാണ് സംഖ്യ? 17.5. ഇനി വേണമെങ്കിൽ നിങ്ങൾ തന്നെ കാണാം, 27.5 - 10 17.5. d =
45 മൈനസ് 27.5 17.5. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്, ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. ഇത് ഒരു സമാന്തര ശ്രേണിയാണ് അഥവാ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. Next question. In this picture, the perpendiculars to the bottom line are equally spaced. Prove that continuing like this, the lengths of perpendiculars form an arithmetic sequence. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയ്ക്ക് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ നീളം സമാന്തര ശ്രേണിയാണോ എന്ന് തെളിയിക്കുക. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ ഉണ്ട് അല്ലേ? ആ ഫിഗറിൽ കുറച്ച് പെർപെൻഡിക്കുലർസിലെ ലംബങ്ങളുണ്ട്. ആ ലംബങ്ങൾ തുല്യ ഡിസ്റ്റൻസിലാണ് അല്ലെ, ഈക്വൽ ഡിസ്റ്റൻസിലാണ് ആ ലംബങ്ങൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ലംബങ്ങൾ ആ പെർപെൻഡിക്കുലർസിന്റെ ഹൈറ്റും അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലാണെന്ന് നമുക്ക് തെളിയിക്കാം. ഓക്കെ, അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത്, ഞാൻ ഇതിനൊന്ന് പേര് കൊടുക്കുകയാണ്. എ ബി സി ഡി ഇ എഫ്, പി ക്യു ആർ എസ് ടി യു. ഓക്കെ, ഇനി ഇവിടുന്ന് നമുക്കറിയാം, ഇവിടുന്ന് ഈ വ്യത്യാസങ്ങളെ എ ബി ബി സി സി ഡി ഡി ഇ എഫ് ഇതൊക്കെ തുല്യമായിരിക്കൂലേ അല്ലെ? എന്തുകൊണ്ടാണ് തുല്യമാവാനുള്ള കാരണം? ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലെ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈ ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരണം. അതുപോലെ ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ സി ആർ എന്ന് പറയുന്ന ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരണം. ലംബം വരുന്നു അല്ലെ? എസ് ഡി എന്ന പോയിന്റ് എന്ന ലൈനിലേക്ക് ആറിൽ നിന്നും ഒരു ലംബം വരക്കുന്നു. എസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടിയിലേക്ക് ലംബം വരക്കുന്നു. ടി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് യു എഫിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലംബം വരക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്ത് ശ്രദ്ധിക്കുക. ഇവിടെ ഈ ഒരു എ പി എന്ന് പറയുന്ന ലൈൻ അല്ലെ, ഈ എ പിക്ക് ഈക്വൽ ഇവിടെ ഒരു പേര് കൊടുക്കുകയാണ്. ഒരു എച്ച് ഐ ജെ കെ എ. ഓക്കെ, ഇവിടെ ഈ എ പിയും ബി എച്ചും തുല്യമല്ലേ? എ പിയും ബി എച്ചും തുല്യമാണ് അല്ലേ? ഇനി എ പി ബി എച്ച് തുല്യമാണെങ്കിൽ അതിലേക്ക് കൂടുന്നതാണ് ക്യു എച്ച് എന്ന് പറഞ്ഞ ഈ ലൈനാണ്. ഇനി അടുത്തേക്ക് നോക്കുമ്പോൾ ബി ക്യു ഐ സിയും ഈക്വൽ ആണ് അല്ലെ? അതിലേക്ക് കൂടുന്നതാണ് ഐ ആർ എന്ന് പറയുന്നത് അല്ലെ? ഇനി ഈ ഒരു സി ആറും ഡിജിയും ഈക്വൽ ആണ്, പക്ഷെ അതിലേക്ക് ഒരു എസ് ജെ കൂടുന്നു അല്ലെ? അങ്ങനെയാണ് ബാക്കിയുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ എച്ച് ക്യു അതുപോലെ ഐ ആർ ജെ എസ് കെ ടി എന്ന് പറയുന്ന ഈ ചെറിയ ചെറിയ ലൈനുകളാണ്, ആ ഹൈറ്റുകളാണ് ഇവിടുത്തെ അരിത്മെറ്റിക് സീക്വൻസിന് കോമൺ ഡിഫറൻസ് ആവേണ്ടത്. ഇപ്പോ ഈ ഹൈറ്റ് അരിത്മെറ്റിക് സീക്വൻസിലാവേണ്ടത് ആവുകയാണെങ്കിൽ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് എഴുതാം നോക്കാം. ഈ എ ബി ബി സി സി ഡി ഡി ഇ ഒക്കെ ഈക്വൽ അല്ലേ? അതുകൊണ്ട് തന്നെ പി എച്ച് ക്യു ഐ ആർ ജെ ഇതൊക്കെ തുല്യമായിരിക്കൂലേ അല്ലെ? പി എച്ച് ഈക്വൽ ടു ക്യു ഐ ഈക്വൽ ടു ആർ ജെ ഈക്വൽ ടു എസ് കെ ഈക്വൽ ടു ടി എൻ എന്ന് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഇവിടെ ഈ ആംഗിളിലെ ആംഗിൾ എച്ച് ഈക്വൽ ടു ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ജെ ഈക്വൽ ടു ആംഗിൾ കെ ഈക്വൽ ടു ആംഗിൾ എൽ. ആ കോണുകളൊക്കെ തുല്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒരു കോണം അല്ലെ? ഈ ഒരു കോണം എന്തായിരിക്കും? പിന്നെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ എസ് ഈക്വൽ ടു ആംഗിൾ
ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് നോക്കാം. ഈ നമ്മൾ ചെറിയ ക്ലാസ് 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു വശവും ഒരു സൈഡും ആ സൈഡിന്റെ രണ്ട് അറ്റത്തുള്ള ആംഗിൾസും ഈക്വൽ ആയ ഓപ്പോസിറ്റ് സൈഡ്സും എന്തായിരിക്കും മറ്റ് രണ്ട് ത്രികോണങ്ങളുണ്ട്. ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ത്രികോണങ്ങൾ നമുക്കുണ്ടെങ്കിൽ അല്ലെ, രണ്ട് ത്രികോണങ്ങളുണ്ടെങ്കിൽ ഈ ആംഗിളിനോട് തുല്യമാണ് അല്ലെ. അതുപോലെ ഈ ആംഗിളിനോടും തുല്യമാണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ്സും ഇതിനോട് തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾസ് ഒക്കെ എന്തായിരിക്കും? ഇതൊക്കെ എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും അല്ലെ. തുല്യ ത്രികോണങ്ങളായിരിക്കും, ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ എഴുതാം ട്രയാങ്കിൾ അല്ലെ, ത്രികോണം PHQ ഈക്വൽ ടു ട്രയാങ്കിൾ QIR ഈക്വൽ ടു ട്രയാങ്കിൾ RJS ഈക്വൽ ടു ട്രയാങ്കിൾ SKT ഈക്വൽ ടു ട്രയാങ്കിൾ TNU. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ വശം ഈക്വൽ ആണെന്ന് പറഞ്ഞു, ഈ വശം ഈക്വൽ ആണ്, ഈ വശം നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് QH ഈക്വൽ ടു IR SR. ഈ ആംഗിൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിലെ QH IR SJ KT UN എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം അതല്ലേ ഇവരുടെ കോമൺ ഡിഫറൻസ്. ആ ഹൈറ്റുകളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ആയിരിക്കും QH equal to IR equal to SJ equal to TK equal to QL. ഇതല്ലേ ഈ ഹൈറ്റുകളുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. Therefore ഈ ലംബങ്ങളുടെ അല്ലെ, ഈ പെർപെൻഡിക്കുലർസിന്റെ ഹൈറ്റ് എന്താണ്? ഇൻ അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി. Then last question. The algebraic expression of a sequence is xn is equal to n cube minus 6n square plus 13n minus 7. Is it an arithmetic sequence? ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം xn ഈക്വൽ ടു n ക്യൂബ് മൈനസ് 6n സ്ക്വയർ പ്ലസ് 13n മൈനസ് 7 ഇത് സമാന്തര ശ്രേണിയാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു സീക്വൻസിന്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് അല്ലെ, ബീജഗണിത രൂപമാണ്. ഇതൊരു സീക്വൻസിന്റെ ബീജഗണിത രൂപമാണ്. ഈ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് എന്താണ്? സമാന്തര ശ്രേണിയിലാണോ അല്ലേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഈ ആൾജിബ്ര ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആരെ ഉണ്ടാക്കണം? സീക്വൻസ് ഉണ്ടാക്കണം. എന്നിട്ട് അതിന്റെ ആ സീക്വൻസിലെ ഓരോ ടേമിന്റെയും ഫസ്റ്റ് സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം കുറച്ചു അല്ലെ, തേർഡ് ടേം സെക്കൻഡ് ടേം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്കറിയാം, ഒരു ആൾജിബ്ര എഴുതി കഴിഞ്ഞാൽ ഒരു സീക്വൻസ് എഴുതാൻ ആദ്യം എന്ത് കൊടുക്കുക? 1 കൊടുക്കുക, x1 അല്ലെ. അപ്പൊ എന്തിന് 1 കൊടുക്കുമ്പോൾ 1 minus 6 into 1 square plus 30 into 1 minus 7. ഞാൻ എഴുതാം ഈ എന്നിന്റെ സ്ഥാനത്തൊക്കെ ഞാൻ 1. then 1 cube എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1 square എന്ന് പറഞ്ഞാൽ 1 അല്ലേ, 1 into 6 എന്ന് പറഞ്ഞാൽ 6 plus 30 into 1 എന്ന് പറഞ്ഞാൽ 30 minus 7. ഇനി ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പോസിറ്റീവ് സംഖ്യകളൊക്കെ ആദ്യം കൂട്ടുക. അപ്പൊ 1 13 അല്ലെ 14 അല്ലെ, 14ന് 6 നോക്കാം അല്ലെ, 14 14ന് 6 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? അല്ലെങ്കിൽ 14ന് 7 കുറച്ച് കഴിഞ്ഞാൽ 7 അല്ലെ, 7ന് 6 കുറച്ചാൽ 1. അപ്പൊ x1 നമ്മൾ എഴുതി 1. ഇനി x2 നോക്കാം. അപ്പൊ എങ്ങനെ കൊടുക്കണം? 2 കൊടുക്കണം. അപ്പൊ 2 cube minus 6 into 2 square plus 30 into 2 minus 7. 2 cube എന്ന് പറഞ്ഞാൽ 2 4 12 8 minus 2 square എന്ന് 4 ആണ്, 4 into 6 24 plus 30 into 2 എന്ന് പറയുമ്പോൾ 26 minus 7.
ഏറ്റവും എളുപ്പമുള്ളതെന്ന് നോക്കുക. 26 ഇവിടെ പ്ലസ് 26 ഇവിടെ മൈനസ് 14. അപ്പൊ 26 വെച്ചാൽ പറയാം എത്രയാ 2. ദെൻ അതിലേക്ക് 8 കൂട്ടുക. ഇവിടെ പ്ലസ് അല്ലേ, അപ്പൊ 8 കൂട്ടുക. 8 2 10. ദെൻ 10 കുറച്ച് കഴിഞ്ഞാൽ 3. ഓക്കെ, നമുക്ക് ഇതിനെ എങ്ങനെ ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ ആദ്യം പോസിറ്റീവ് എടുക്കുക. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണെങ്കിൽ ആ പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യ കുറക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപത്തിൽ അതിനെ കുറക്കാം. ഓക്കെ, then ഇനി നമുക്ക് x3 കണ്ടുപിടിക്കാം. x3 കാണുന്ന സമയത്ത് എന്ത് ചെയ്യണം? n3 നോക്കണം. അപ്പൊ ആദ്യം 3 ക്യൂബ് മൈനസ് 6 into 3 square plus 13 into 3 minus 7. 3 ക്യൂബ് എന്ന് പറയുമ്പോൾ 27 അല്ലേ? 3 9 27 3 9 9 into 6 54 plus 13 into 3 എന്ന് പറയുമ്പോൾ 39 minus 7. ഓക്കെ, ഇവിടെ നോക്കാം. 39 അല്ലെങ്കിൽ തുക 27 7 പോയി കഴിഞ്ഞാൽ ബാക്കിയാണ് അതിന് പറയുമ്പോൾ 20 അല്ലേ? 20. അപ്പൊ ഈ 20 39 കൂട്ടിക്കഴിഞ്ഞാൽ 59. 59 54 കൊടുക്കും. അപ്പൊ എത്രയാണ്? 5. ഓക്കെ, ഇനി നമുക്ക് x4. നിങ്ങൾ ഇങ്ങനെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് 4 ടേംസ് എങ്കിലും കാണാം. 4 ടേംസ് 4 5 ടേംസ് എങ്കിലും കാണാം. അപ്പോൾ ഞാൻ x4 കൂടി ഒന്ന് കാണുന്നു. x4 കാണുന്ന സമയത്ത് 4 ക്യൂബ് മൈനസ് 6 into 4 സ്ക്വയർ പ്ലസ് 13 into 4 മൈനസ് 7. then 4 ക്യൂബ് എന്ന് പറയുമ്പോൾ 4 4 16 16 into 4 എന്ന് പറയുമ്പോൾ 64. then ഇവിടെ 4 4 16 16 into 6 എന്ന് പറയുമ്പോൾ 96 പ്ലസ് then 13 into 4 എന്ന് പറയുമ്പോൾ 52 മൈനസ് 7 ഈക്വൽ ടു then ഇനി ശ്രദ്ധിക്കുക 64 52 6 5 11 അല്ലേ? ബാക്കി 4 2 11 എന്ന് പറയുമ്പോൾ 110 110 6 116 116 ഈ 96 കുറച്ചു 116 ഈ 96 6 പോയാൽ 110. പിന്നെ ആരും ബാക്കി വേണം 90 കൂടി പോകണം. അപ്പൊ 90 കൂടി പോയി കഴിഞ്ഞാൽ ബാക്കി ആരാണ്? 20 ആണ്. 20 പോയി കഴിഞ്ഞാൽ 10. അപ്പൊ x4 10. അങ്ങനെയാണ് നമ്മൾ ശ്രേണി എന്ന് പറയുന്നത് 1 3 5 11. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഈ സീക്വൻസ് ഈ ശ്രേണിയാണ് നമുക്ക് എന്ത് നോക്കുന്നത്? സമാന്തര ശ്രേണിയാണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാം. b is equal to 3 minus 1 equal to അല്ലെങ്കിൽ b is equal to 5 minus 3 equal to 2. then b is equal to 30 minus 5 equal to എന്താ 30 minus 5 വരിക 8. then ഇവിടെ രണ്ട് 2 ആണ്. പക്ഷെ മൂന്നാമത്തെ ഡിഫറൻസ് ആണ് 8 ആയി. അതുപോലെ കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഒരു സീക്വൻസ് എന്തെല്ലാം നമ്മുടെ കോമൺ ഡിഫറൻസ് ചേഞ്ച് ചെയ്തല്ലോ. അതുകൊണ്ട് ഇവിടെ കോമൺ ഡിഫറൻസ് ഇല്ല, അഥവാ പൊതു വ്യത്യാസമില്ല. അതുകൊണ്ട് ഒരു arithmetic is not an arithmetic sequence, ഒരു സമാന്തര ശ്രേണി അല്ല. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് arithmetic sequence നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. arithmetic sequence സമാന്തര ശ്രേണി എന്താണ്, സമാന്തര ശ്രേണിയും ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കോമൺ ഡിഫറൻസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനുള്ളത്. ഇനി അടുത്ത നമ്മൾ പൊസിഷൻ ആൻഡ് ടേം, അരിത്മെറ്റിക് സീക്വൻസിന്റെ പൊസിഷനും ടേമും തമ്മിലുള്ള ബന്ധം എന്താണ്, അതിനുശേഷം അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര, നമ്മൾ സീക്വൻസിന്റെ ഓൾജിബ്ര പഠിച്ചതുപോലെ അരിത്മെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്ര നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ വീട്ടിൽ നന്നായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീക്വൻസുകൾ എഴുതുക, എന്നിട്ട് അതിന്റെ കോമൺ ഡിഫറൻസ് കാണുക. ഓക്കെ, അതുപോലെ ഫസ്റ്റ് ടേം ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കോമൺ ഡിഫറൻസ് കൂട്ടി എഴുതിയിട്ട് പുതിയ അരിത്മെറ്റിക് സീക്വൻസുകൾ ഉണ്ടാക്കുക. ഈ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തു നോക്കുക. ഓക്കെ.